പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് പഠിക്കാനുള്ള കഥയിലേക്ക് വരാം. അപ്പം നമ്മൾ ചെറുകഥയെക്കുറിച്ചിട്ടുള്ളൊരു വിവരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് കാരൂർ നീലകണ്ഠപിള്ളയുടെ മോതിരം എന്ന കഥയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എഴുത്തുകാരനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പോൾ കോട്ടയത്തിനടുത്തുള്ള ഏറ്റുമാനൂരിലാണ് കാരൂർ ജനിച്ചിട്ടുള്ളത്. സർക്കാർ സ്കൂളിൽ അധ്യാപകനായിട്ടായിരുന്നു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതും. 1932 സാഹിത്യരചന തുടങ്ങിയത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു കാരൂർ. അധ്യാപകരുടെ അന്നത്തെ നരകതുല്യമായ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിന് ഏറെ സാധ്യതകൾ നൽകുന്നു എന്നതാണ് കാരൂർ കഥകൾക്കുള്ള ഒരു പ്രത്യേകത. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തിയ ഭൃത്യവാത്സല്യം എന്ന കഥയാണ് കാരൂരിൻ്റെ ആദ്യത്തെ കഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതികൾ നോക്കിയാൽ മലയാള സാഹിത്യ ലോകത്ത് സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അപ്പം മനുഷ്യ നന്മയിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കാരൂർ കഥകളുടെ തട്ടകവും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രചന രീതി എന്ന് പറയുന്നത് സാഹിത്യം വെറും വിവരണമല്ലെന്നും മനുഷ്യ മനസ്സുകളിലെ ആഭ്യന്തര സംഘർഷം ആവിഷ്കരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് കാരൂരിന് അറിയാമായിരുന്നു. വളരെ ലളിതമായാണ് അദ്ദേഹം കഥാഖ്യാനം നടത്തിയത്. ഗ്രാമജീവിതത്തിൻ്റെ തെളിമയുള്ള ജീവസുറ്റ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ അദ്വിതീയനായിരുന്നു അഥവാ പ്രഗത്ഭനായിരുന്നു കാരൂർ. അപ്പോൾ കഥാപാത്രങ്ങൾ ദ്വയാർത്ഥങ്ങളിൽ അവസരോചിതമായി സംസാരിക്കുമ്പോൾ അതിമനോഹരമായി അനുഭവപ്പെടുന്നു. മരപ്പാവകൾ, പൂവൻപഴം തുടങ്ങിയ കഥകളിലെ സംഭാഷണം ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. തൻ്റെ സമകാലികരായ എഴുത്തുകാരിൽ നിന്ന് കാരൂരിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം പിന്തുടർന്ന ഋജുവും നിരാലങ്കൃതവുമായ തികച്ചും കേരളീയമായ കഥാകഥന രീതിയുടെ പ്രത്യേകതയാണെന്ന് രാജകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഉതുപ്പാൻ്റെ കിണർ, കാരൂരിൻ്റെ ബാലകഥകൾ, മേൽവിലാസം, കൊച്ചനുജത്തി, ഇരുട്ടിൽ, തൂപ്പുകാരൻ, ആസ്ട്രോളജർ, ഗൃഹനായിക, പൂവൻപഴം കാരൂരും എഴുതിയിട്ടുണ്ട്, ബഷീറും എഴുതിയിട്ടുണ്ട്, മാധവിക്കുട്ടിയും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. മീൻകാരി, തേക്കുപാട്ട്, കഥയല്ല, സ്മാരകം, ഒരു പിടി മണ്ണ്, കരയിക്കുന്ന ചിരി, അമ്പലപ്പറമ്പിൽ, പിശാചിൻ്റെ കുപ്പായം, മരപ്പാവകൾ, കോഴിയും കിഴവിയും, 10 കഥകൾ, തിരഞ്ഞെടുത്ത കഥകൾ, അതുപോലെ മോതിരം, നമുക്ക് പഠിക്കാനുള്ള കഥ, ഈ സഹായത്തിൽ ചരടുണ്ട്, രഹസ്യം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ആനക്കാരൻ അത് ബാലസാഹിത്യമാണ്. അതിന് 1959 മോതിരം കഥാസമാഹാരമാണ്. അതിന് 1968 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറുകഥാകൃത്ത് എന്ന നിലയിലാണ് കാരൂർ ഏറ്റവും അധികം അംഗീകാരം നേടിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടവയാണ്. അപ്പോൾ ഇനി നമുക്ക് കാരൂരിൻ്റെ ആ ഒരു കഥയിലേക്ക് മോതിരം എന്നുള്ള കഥയിലേക്ക് വരാം. അപ്പോൾ അപൂർവമായ ഒരു പ്രണയ കഥയാണ് കാരൂരിൻ്റെ മോതിരം. സാമ്പ്രദായികമായ രീതിയിലുള്ള പ്രണയ കഥകൾ എഴുതിയിട്ടുള്ള ആളല്ല കാരൂര്. ഇപ്പം ജന്തുവിനും തുടരുന്നു വാസനാബന്ധമിങ്ങുടല് വീഴുവോളവും എന്ന് കുമാരനാശാൻ നിരീക്ഷിച്ച ജീവിത തത്വം കുമാരനാശാൻ്റെ നളിനി എന്ന കവിതയിലാണ് ആ വരി. അപ്പോൾ ആ ഒരു ജീവിത തത്വത്തെ വാർദ്ധക്യത്തിൻ്റെ വിവശതകളിലെത്തിയ കുഞ്ഞിക്കാവും കുഞ്ചുനായർ എന്ന ആനക്കാരനും തമ്മിലുള്ള ബന്ധത്തിൽ ആവിഷ്കരിച്ച് സമർത്ഥിക്കുകയാണ് കാരൂർ. സമുദായമോ ബന്ധുജനങ്ങളോ അംഗീകരിക്കാനിടയില്ലാത്ത ആ അപൂർവ പ്രണയത്തിൻ്റെ മുദ്രയായി കുഞ്ചുനായർ ഒരു മോതിരം കുഞ്ഞിക്കാവിന് സമ്മാനിക്കുന്നു.
കുഞ്ചുനായർ മരിച്ച ദിവസം ബന്ധുക്കൾ മോതിരം തിരഞ്ഞു, കണ്ടെത്തിയില്ല. അപ്പോൾ കുഞ്ചുനായരെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുള്ളത് കുഞ്ഞിക്കാവാണ്. പക്ഷെ അതിസമ്പന്നയായ അവർ അത് കൈക്കലാക്കുമെന്ന് കരുതാനും വയ്യ. മുറ്റത്തോ പറമ്പിലോ എങ്ങാനും നോക്കാം, കണ്ടില്ലെങ്കിൽ മിണ്ടേണ്ട എന്ന തീരുമാനത്തിൽ ബന്ധുക്കൾ എത്തിച്ചേരുന്നതോടെ കഥ അവസാനിക്കുന്നു. മോതിരം പ്രണയത്തിൻ്റെ അതിപുരാതനമായ ഭാരതീയ പ്രതീകമാണ്. കാളിദാസ ശാകുന്തളത്തിൽ തിളങ്ങിയ ആ മോതിരം കാരൂർ കഥയിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ പുനരാഗമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുഞ്ചുവമ്മാവൻ 74-ാം പിറന്നാൾ ദിവസമാണ് മരിച്ചത്. അനായാസമായ മരണം. മക്കളും മരുമക്കളും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സദ്യയുണ്ണാൻ കൂടിയിരുന്നു. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി മറഞ്ഞത് സ്വന്തം ആളുകളെ കൊണ്ടാണ്. അയാൾ 65 വയസ്സുവരെ ആന കയറി നടന്നു. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ വലത്തുകാലിന് സ്വാധീനക്കുറവുണ്ടായി. അതിൽ പിന്നെ വീട്ടിൽ നിന്ന് സാധാരണ വെളിയിൽ പോകാറില്ല. വീട്ടിലിരിപ്പായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അന്വേഷിക്കാൻ മക്കളുണ്ട്. കുഞ്ചുവമ്മാവൻ്റെ ജീവിത സായാഹ്നം പ്രകാശവത്തായി ഇരുന്നു. കിഴവനായി വീട്ടിലിരുന്നിട്ടും കുടുംബത്തിലേക്കൊരു ഉപകാരമില്ലെന്ന് പറയാൻ വയ്യ. അദ്ദേഹം വീടിനൊരു കാവലായിരുന്നു. കുട്ടികൾ വികൃതി കാണിക്കുമ്പോഴും ശാഠ്യം പിടിച്ച് കരയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ മതി, അവരടങ്ങും. തെക്കേ ചായ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറി. 1 അടി പൊക്കമുള്ള കയറ്റുകട്ടിലും 3 മുഴം നീളമുള്ള കാട്ടുവടിയും ഒരാട്ടുകിണ്ടിയും ഒരു പെട്ടകവുമാണ് ആ മുറിയിലെ സാമഗ്രികൾ. പകൽ ഉറങ്ങാതിരിക്കാൻ ഇടയ്ക്കിടെ അദ്ദേഹം വല്ലതും ചെയ്യും. പെട്ടകത്തിൻ്റെ പിച്ചളക്കെട്ടുകൾ മിനുക്കുക, കരിമ്പനയോല കൊണ്ട് തടുക്ക് നെയ്യുക, ചകിരി നാരുകൊണ്ട് നേർത്ത ചരടു പിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ശോഷിച്ചു പോയ വലത്തുകാലിൽ കുഴമ്പ് പുരട്ടി തടവുകയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കറുത്തു തടിച്ച് കുമ്പളങ്ങ പോലെ നരച്ച അദ്ദേഹത്തിൻ്റെ ഇടത്തു കൈയിലെ ചെറുവിരലിൽ എപ്പോഴും പെട്ടകത്തിൻ്റെ താക്കോലുണ്ടായിരിക്കും. ഇത് വെള്ളി പോലെ മിന്നും. വലത്തു കൈയിലെ ചെറുവിരലിൽ ഒരു മോതിരമുണ്ട്. മോതിരമിട്ട കൈകൊണ്ട് മുഖത്ത് വെള്ളമൊഴിച്ചാൽ ആരോഗ്യത്തിന് കൊള്ളാമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടു. 3/4 പവൻ കൊണ്ട് മകൻ പണിയിച്ചു കൊടുത്തതാണ് ആ മോതിരം. അപ്പോൾ കുഞ്ചുവമ്മാവൻ മരിക്കുമ്പോൾ അവിടെ കുഞ്ഞിക്കാവമ്മയും ഉണ്ടായിരുന്നു. ആ അമ്മ ഇടയ്ക്കവിടെ വരാറുണ്ട്. അമ്പാടി മനക്കലെ തുപ്പൻ നമ്പൂതിരിയുടെ വിധവയാണവർ. അപ്പൻ നമ്പൂതിരി വലിയൊരു ജന്മിയായിരുന്നു. അദ്ദേഹം 2 വേളി കഴിച്ചു. നമ്പൂതിരിക്ക് പിന്നെ തോന്നി ഒരു സംബന്ധം കൂടി ആയി കളയാമെന്ന്. മനക്കലെ പ്രതാപത്തിന് ചേർന്നതല്ല കുഞ്ഞിക്കാവിൻ്റെ കുടുംബം. അവളുടെ സൗന്ദര്യത്തിൽ കുപ്പൻ നമ്പൂതിരി വീണുപോയി. സൗന്ദര്യത്തിൻ്റെയും പ്രതിഭക്തിയുടെയും വിലയായിട്ട് നമ്പൂതിരി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അതിനാൽ വിധവയായതിനു ശേഷവും അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. കുഞ്ഞിക്കാവമ്മയ്ക്ക് നാട്ടിൽ ഒരു മാന്യ സ്ഥാനമുണ്ട്. അമ്പാടി മനക്കലെ ആനക്കാരനായിരുന്നു കുഞ്ചുനായർ. അപ്പോൾ കുഞ്ചുനായരുടെ മരണമാണ്. അദ്ദേഹം 75-ാമത്തെ പിറന്നാൾ ദിനത്തിൽ അല്ലേ, മക്കള് മരുമക്കള് എല്ലാവരും സദ്യക്കിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ സ്വന്തം ആളുകളെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞത് കൊണ്ട് അതൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നതും. അപ്പോൾ 65 വയസ്സ് വരെ ആനക്കാരനായിരുന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ വലതുകാലിന് സ്വാധീനക്കുറവ് വരികയും പിന്നീട് വീട്ടിൽ തന്നെ കഴിഞ്ഞു വന്നു. അങ്ങനെ വീടിനൊരു കാവലായിരുന്ന കുഞ്ചുവമ്മാവൻ്റെ ശബ്ദം കേട്ടാൽ ശാഠ്യം പിടിച്ച് കരയുന്ന കുട്ടികൾ പോലും കരച്ചിൽ നിർത്തുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെക്കേ ചായ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ കയറ്റുകട്ടിൽ, ഒരു കാട്ടുവടി, അതുപോലെ ഒരു ഓട്ടുകിണ്ടി, അങ്ങനെ ഒരു പെട്ടകം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ടായിരുന്നത്. അപ്പോൾ പകൽ ഉറങ്ങാതിരിക്കാൻ പെട്ടകത്തിൻ്റെ പിച്ചളക്കെട്ടുകൾ മിനുക്കുക, അങ്ങനെ കരിമ്പനയോല കൊണ്ട് തടുക്ക് നെയ്യുക, ചകിരി നാരുകൊണ്ട് ചകിരി പിരിക്കുക തുടങ്ങിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ആ ഒരു പ്രായത്തിലെത്തിയിട്ടും ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആളല്ലായിരുന്നു കുഞ്ചുവമ്മാവൻ എന്നുള്ളതാണ്. എന്തെങ്കിലും ജോലികളിൽ വ്യാപൃതനാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ എന്താണ്,
ഇടതു കൈയിലെ ചെറുവിരലിൽ എപ്പോഴും പെട്ടകത്തിൻ്റെ താക്കോലും വലതു കൈയിലെ ചെറുവിരലിൽ മകൻ പണിയിച്ചു കൊടുത്ത 3/4 പവൻ്റെ മോതിരവും കാണാം എന്നുള്ളതാണ്. ഇങ്ങനെ കുഞ്ചുഅമ്മാവൻ മരിക്കുന്ന ദിവസം അവിടേക്ക് കുഞ്ഞിക്കാവമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിക്കാവമ്മയുടെ ഭർത്താവ് അമ്പാടി മനക്കലെ തുപ്പൻ നമ്പൂതിരിയാണ് അല്ലേ, അദ്ദേഹം ആനക്കാരനായിരുന്നു എന്നുള്ളതാണ് കുഞ്ചുനായർ. അപ്പോൾ 2 വേളി കഴിച്ചിരുന്ന അപ്പൻ നമ്പൂതിരി കുഞ്ഞിക്കാവമ്മയെ സൗന്ദര്യത്തിൽ മതിമറന്നാണ് അവരെ വീണ്ടും ഒരു വേളി സംബന്ധം കഴിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി കുഞ്ഞിക്കാവമ്മ കുഞ്ചുനായരെ കാണാനെത്തുകയാണ്. അങ്ങനെ അമ്പാടി മനക്കിൽ ആനക്കാരനായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കുഞ്ചുനായരുടെ ഭാര്യ മരിച്ചിട്ട് 1 വർഷമോ മറ്റോ കഴിഞ്ഞു. അപ്പോൾ തിരുമേനിയുടെ ആശ്രിതനായിരുന്ന അയാളെ കാണാൻ വിധവയായ കുഞ്ഞിക്കാവമ്മ വരികയാണ്. അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ്. വല്ലയിടത്തും പോകുന്ന വഴി വേണോ, എനിക്ക് അങ്ങോട്ടൊന്ന് വരരുതോ? വരാം എന്ന് കുഞ്ഞിക്കാവമ്മ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊരനുഗ്രഹമാണെന്ന് പറഞ്ഞ് കുഞ്ചുനായർ സ്വയം നെയ്തുണ്ടാക്കിയ മനോഹരമായൊരു തടുക്ക് അവർക്ക് ഇരിക്കാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മറ്റെവിടേക്കെങ്കിലും പോകുന്ന വഴിക്കാണോ അതോ ഇങ്ങോട്ടേക്കൊന്നും വരാൻ കഴിയില്ല എന്നൊരു കുശലാന്വേഷണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ കുഞ്ചുനായർ ചോദിച്ചപ്പോൾ വരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് കുഞ്ചുനായർ തന്നെ നെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു തടുക്ക് അവർക്ക് ഇരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞിക്കാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അയാൾ പറഞ്ഞു, അസുഖമൊന്നുമില്ല, നടക്കാൻ അല്പം അസ്വാധീനം അല്ലേ, കാലിന് ചെറിയ സ്വാധീനക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ ആനപ്പുറത്ത് നിന്ന് വീണിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ആനയുടെ പുറത്തുനിന്നാ, ചിലപ്പോൾ അവൻ കുരുത്തക്കേട് കാണിക്കും, പുറത്തുനിന്ന് കുലുക്കി താഴെ ഇട്ടു. അപ്പോൾ തോട്ടിയും വടിയും എൻ്റെ കയ്യിലില്ലായിരുന്നു. തൂപ്പൊടിച്ച് ആനയുടെ പുറത്തെ മണ്ണും പൊടിയും തട്ടിക്കളയുകയായിരുന്നു. അപ്പോഴാ വീണതോടെ ഞാൻ ഉരുണ്ടു മാറിക്കളഞ്ഞു. എന്നാലും അവനൊന്ന് കുത്തി, വലത്ത് കാലിലാ കുത്തിയത്. കുത്ത് സാരമായില്ല, ഞാൻ ഓർക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് കുഞ്ചുനായർ. അപ്പോൾ കുഞ്ഞിക്കാവമ്മ പറയുന്നുണ്ട് ഞാനതെല്ലാം ഓർക്കുന്നുണ്ടെന്നും. പിന്നീടാണെങ്കിൽ അയാൾ വിരലിൽ നിന്ന് താക്കോലൂരി പെട്ടകം തുറന്ന് വീടിൻ്റെ ആകൃതിയിലുള്ള പെട്ടകം പ്ലാം പലക കൊണ്ടുണ്ടാക്കിയതും മുൻവശത്തെ ചെരുവിൽ വീട്ടി തടി കൊണ്ടുണ്ടാക്കിയ ആനയുടെ രൂപം പൊഴിച്ച് ചേർത്തിട്ടുള്ളതുമാണ്. അപ്പോൾ ആനയുടെ രൂപം ചേർത്തിട്ടുള്ള ആ ആനയുടെ കൊമ്പും നഖങ്ങളും വെള്ളി കൊണ്ടുണ്ടാക്കി ഉറപ്പിച്ചിരിക്കുന്നു. മിന്നുന്ന പിച്ചളക്കെട്ടും കൂടിയായപ്പോൾ അതൊരു ഉത്തമ കലാസൃഷ്ടി തന്നെ. മുറുക്കൂ എന്ന് പറഞ്ഞ് പെട്ടകം ആ സ്ത്രീയുടെ മുമ്പിലേക്ക് അയാൾ തള്ളിവെച്ചു. ആരുടെ മുമ്പിലേക്കാണ്? കുഞ്ഞിക്കാവമ്മയുടെ മുൻപിലേക്കാണ്. അങ്ങനെ തിരുമേനി സമ്മാനിച്ചതായി പെട്ടകം. അമ്പലപ്പുഴ ആറാട്ടിന് ബാലഗോപാലന് ഭ്രാന്തിളകി. അന്ന് ഞാനല്ലായിരുന്നു ആനക്കാരൻ. ഞാൻ ഉത്സവം കാണാൻ അമ്പലപ്പുഴയ്ക്ക് പോയതാ. അവൻ അന്ന് ഒന്നാന്തരത്തിൽപ്പെട്ട ആനയായിട്ടല്ല, എഴുന്നള്ളിച്ച ആനയുടെ അകമ്പടിയായിട്ട് അവനെ നിർത്തി. ആറാട്ടിന് ഇറക്കി എഴുന്നള്ളിച്ചു തലക്കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ ആന തിരിഞ്ഞൊരോട്ടം. പോയ വഴിക്ക് വളരെ നാശങ്ങൾ ചെയ്തു. ആളപായമൊന്നും ഉണ്ടായില്ല. ആന ഒരു പറമ്പിൽ ചെന്ന് കയറി. അവിടെ ഒരു കുടിലുണ്ടായിരുന്നത് വലിച്ചു പൊളിച്ചു. ആനക്കാരൻ പുറത്തു കയറുന്നതിന് മുമ്പാണ് ആന ഓടിയത്. പലരും ശ്രമിച്ചിട്ടും ആനയെ കെട്ടാൻ കഴിഞ്ഞില്ല. അപ്പോൾ തൈത്തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചെടുത്ത് ചുറ്റും കൂടി നിൽക്കുന്നവരുടെ നേരെ ആന വലിച്ചെറിയാൻ തുടങ്ങി. ആനയെ വെടിവെക്കണമെന്ന് തീരുമാനിച്ചു. ഉത്സവം കഴിഞ്ഞിട്ടും ആനപ്പിണക്കം കണ്ട് ഞാൻ അവിടെ കൂടി. ആനയെ വെടിവെക്കാൻ തീരുമാനിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ലക്ഷണമൊത്ത ആന, നല്ല അഴകും പേരെടുത്ത ആനക്കാരന്മാർ ശ്രമിച്ചിട്ടും ആനയെ കെട്ടാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്കൊരു മോഹം അവനെ കെട്ടിടണമെന്ന്. ഞാനന്ന് വൈക്കത്തു ഗംഗാധരൻ്റെ 2ാം ആനക്കാരനായിരുന്നു. ബാലഗോപാലനേക്കാൾ ഭയങ്കരനാണ് ഗംഗാധരൻ. 4 കൊമ്പനാനയാണെന്നാണ് അവനെപ്പറ്റി പറയാറുള്ളത്. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം തോന്നി. തുപ്പൻ തിരുമേനി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അടിയനൊന്ന് നോക്കട്ടെ, ആനയെ വെടിവെക്കണ്ട എന്ന്. അപ്പോൾ ആന മദമിളകിയ സമയത്ത് ആനയെ തളയ്ക്കാൻ ആരെക്കൊണ്ട് സാധിക്കാതെ വരികയും അങ്ങനെയാണ് കുഞ്ചുനായർക്കൊരു ആഗ്രഹം തോന്നുന്നത്, ഞാനൊന്ന് ശ്രമിച്ചാലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ എന്നാൽ കുഞ്ചു ഒന്ന് നോക്കൂ എന്ന് തിരുമേനി കൽപ്പിച്ചു. അപ്പോൾ ഒരേറ് കൊടുത്ത് ഞാൻ ആനയെ ഇരുത്തി. ആന ഇരുന്ന നേരത്തിന് ഓടിച്ചെന്ന് എടക്കൊളുത്തുകയും ചെയ്തു. ഇതാർക്കു വേണമെങ്കിലും ചെയ്യാമായിരുന്നു, ജീവനിൽ കൊതിയരുതെന്ന് മാത്രം.
തിരുമേനി സന്തോഷിച്ച് കുഞ്ചു എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് കൽപ്പിച്ചു. അപ്പോൾ അടിയനൊന്നും വേണ്ട, ഇവനെ കൊണ്ട് നടക്കാൻ അനുവദിച്ചാൽ മതി എന്ന് ഞാൻ പറയുകയും അങ്ങനെയാ ഞാൻ മനക്കലെ ആനക്കാരനായത്. അപ്പോൾ കുഞ്ചുനായർ എങ്ങനെയാണ് മനക്കലെ ആനക്കാരനായത് എന്നുള്ള ഒരു കഥ കൂടിയാണ് കുഞ്ഞിക്കാവമ്മയോട് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.